KCL രണ്ടാം സീസണിൽ സഞ്ജു സാംസൺ കളിക്കില്ല. സഞ്ജുവിന്റെ അഭ്യർത്ഥന പ്രകാരം ഒഴിവാക്കിയെന്ന KCA സെക്രട്ടറി വിനോദ് കുമാർ. KCLന് ഐക്കണായി സഞ്ജു തുടരും. IPL മാതൃകയിൽ കേരളത്തിൽ വനിതാ ക്രിക്കറ്റ് ലീഗ് അടുത്ത വർഷം മുതലെന്നും സെക്രട്ടറി വിനോദ് കുമാർ ന്യൂസ് മലയാളത്തോട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കേരള ക്രിക്കറ്റിൻ്റെ മുഖച്ഛായ മാറ്റിയ കേരള ക്രിക്കറ്റ് ലീഗിന് ഓഗസ്റ്റ് 20 തുടക്കമാകുകയാണ്. മൂന്നാം സീസണാണ്. പക്ഷേ ഇത്തവണ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു നിരാശയുണ്ട്. അത് നമ്മുടെ സഞ്ജു സാംസൺ ഇത്തവണ KCLന് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ KCLൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും പങ്കുവയ്ക്കാനായി KCAയുടെ സെക്രട്ടറി വിനോദ് എസ് കുമാർ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തവണ സഞ്ജു കളിക്കുമോ? കളിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ ഇന്ത്യൻ ടീമിൻ്റെ മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത് കാരണം സഞ്ജു നേരത്തെ പറഞ്ഞിരുന്നു അവൈലബിൾ ആവാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു, നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഒരു ആബ്സെൻസ് KCLനെ ബാധിക്കും? അല്ല, സഞ്ജു ഈ ഫുള്ളി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഉള്ള സമയത്ത് ബാക്കി ടൂർണമെൻറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണും. KCAയുടെ ഒരു ഐക്കൺ പോലെ അങ്ങനെ ചെയ്തിട്ട് ബാക്കി അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലുമെല്ലാം കേരളത്തിലുള്ള സമയത്ത് വരുമെന്നാണ് നമ്മുടെ അടുത്ത് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വനിതാ ക്രിക്കറ്റ് ലീഗിനെ കുറിച്ചും KCA ആലോചിച്ചിരുന്നു. അത് ഇത്തവണ ഉണ്ടാവുമോ? ഇപ്പോൾ വനിതാ ക്രിക്കറ്റ് ലീഗ് നമ്മുടെ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സ്റ്റാർ സ്പോർട്സിലാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മറ്റേ ഓസ്ട്രേലിയയുടെയൊക്കെ ഈ ടെസ്റ്റ് സീരീസും മറ്റ് അങ്ങനത്തെ കുറച്ച് ഇൻ്റർനാഷണൽ മാച്ചസും അതുപോലെ എനിക്ക് തോന്നി കബഡി ലീഗും അങ്ങനെ ഒന്ന് രണ്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കാരണം നമുക്ക് ആ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിനുള്ള അത്രയും സ്പേസ് കിട്ടത്തില്ല. നമ്മൾ വനിതാ ലീഗും കൂടെ ചെയ്യുമ്പോൾ ഒരു ലോങ്ങർ പീരീഡ് വേണ്ടി വന്നിരുന്നു. നമുക്കിപ്പോൾ ഉള്ളതിനേക്കാളും വീണ്ടും ഒരു 10 ദിവസം കൂടെ കൂടുതൽ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അത്രയും ദിവസം നമുക്ക് സ്പെയർ ചെയ്യാനായിട്ടില്ല. അത് കാരണം നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് വനിതാ ലീഗിനൊരു 4 ടീമിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഒരു 4 ടീമിനെ നമ്മൾ എടുത്തിട്ട് അവരെ ഈ ലൈറ്റ്സിലും എല്ലാം കളിപ്പിച്ച് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഇയർ നമ്മൾ കുറച്ച് ഒന്നുകിൽ ഈ KCL നടക്കുന്ന അതേ സമയമോ അല്ല എങ്കിൽ നമ്മളത് വേറൊരു വിൻഡോയോ ഈ ബ്രോഡ്കാസ്റ്റിന് എപ്പോഴാണോ അവൈലബിൾ ആകുന്നത് അങ്ങനെ ഒരു വിൻഡോ നോക്കിയിട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ മറ്റൊരു വിമർശനം, ഇപ്പോൾ സഞ്ജുവിൻ്റെ അയർലൻഡ് പര്യടനത്തിലായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലായാലും ഒരു 3 മാച്ച് കഴിഞ്ഞപ്പോൾ സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തു. അദ്ദേഹത്തെ അങ്ങനെ പുറത്താക്കിയതിപ്പോൾ രവിശാസ്ത്രി, സച്ചിൻ ടെണ്ടുൽക്കർ, ആകാശ് ചോപ്ര അടക്കമുള്ള പല മുതിർന്ന താരങ്ങളും ആ ഒരു സെലക്ഷനെതിരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. എന്താണ് KCAയുടെ ഒരു? അത് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സഞ്ജു ഇന്ത്യക്ക് വേണ്ടിയിട്ട് എല്ലാ മാച്ചും കളിക്കണം, ടെസ്റ്റ് കളിക്കണം, അങ്ങനെയൊക്കെ തന്നെ. കാരണം കേരളത്തിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു പ്ലെയർ ആണല്ലോ. പിന്നെ ഇതൊരു ടീമിൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെ അല്ലേ, അവർ മാറി മാറി പരീക്ഷിച്ച് നോക്കും എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു സ്ക്വാഡിൽ നിന്ന് പുറത്തു പോകുന്നതൊന്നുമല്ല. എന്തായാലും ക്രീസിൽ സഞ്ജു ഇല്ലെങ്കിലും ഈ ഒരു KCLൻ്റെ മുഖമായി സഞ്ജു ഉണ്ടാകുമെന്ന് തന്നെയാണ് KCA സെക്രട്ടറി പറയുന്നത്. എന്തായാലും KCL സീസൺ 1ഉം 2ഉം വലിയൊരു ആഘോഷമായി തീരുമെന്ന് തന്നെ നമുക്ക് കരുതാം. അനീഷ് മലയൻകീഴിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.